അടിച്ചു നോക്കട്ടെ. ഓസ്ട്രലോപിത്തക്കസ് എന്ന വംശത്തിൽ നിന്നും ധാരാളം രൂപാറ്റങ്ങളും പരിണാമങ്ങളും സംഭവിച്ചാണ് ഹോമോസാഫിയൻസ് എന്ന പേരുള്ള നമ്മളെപ്പോലുള്ള ആധുനിക മനുഷ്യരുണ്ടായതെന്ന് ഹിസ്റ്ററി പറയുന്നു. ഇത്തരത്തിൽ ഇന്നത്തെ ഓഫ് റോഡിങ് അഡ്വഞ്ചർ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പല അഡ്വഞ്ചർ ബൈക്കുകളുടെയും ഒരു ഓസ്ട്രലോപിത്തക്കസ് വംശത്തിൽ പെടുന്ന ഒരുവനാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. ഡയറക്റ്റ്ലി നോക്കുമ്പോൾ ഇന്നുള്ള എക്സ്പൾസിൻ്റെ ഒരു മുൻ തലമുറക്കാരനാണ് ഇവൻ. അപ്പോൾ ഇദ്ദേഹത്തോടൊപ്പം ഉള്ള ഒരു ഷോർട്ട് റൈഡ് റിവ്യൂവിനോടൊപ്പം കുറച്ച് റോഡ് പ്ലസ് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. 2026 മറ്റു ബൈക്കുകളെ മാറ്റി നിർത്തി ഈ ഒരു ബൈക്ക് ചൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മോട്ടോ ന്യൂസ് മലയാളത്തിൻ്റെ പുതിയൊരു ബൈക്ക് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ഹീറോ ഇമ്പൾസ്. രണ്ടായിരത്തി 2011 ഹീറോ ഹോണ്ട എന്ന ബ്രാൻഡ് സ്പ്ലിറ്റ് ചെയ്ത് ഹീറോ ഹോണ്ട എന്നിങ്ങനെ 2 ബ്രാൻഡായി മാറുന്നത്. ഹീറോ ഹോണ്ട സ്പ്ലിറ്റ് ആയതിനു ശേഷം ഹീറോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഒരു ബൈക്കാണ് ഇമ്പൾസ്. ഇത് കംപ്ലീറ്റ്ലി ഒരു ന്യൂ ബൈക്കാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് ആക്ച്വലി സൗത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഹോണ്ട ബ്രോസ് NXR 150 എന്ന ബൈക്കിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനാണ്. ഹീറോ അതിനെ ഇന്ത്യയിലെ റോഡിനും റൈഡേഴ്സിനും അനുസരിച്ച് ഇമ്പൾസ് എന്ന പേരിൽ ലോഞ്ച് ചെയ്തു എന്ന് മാത്രം. 2011 ടൈമിൽ, അതായത് ഇമ്പൾസിനെ ഹീറോ ലോഞ്ച് ചെയ്ത സമയത്ത് ഇന്ത്യയിലെ ഭൂരിഭാഗം ഉപഭോക്താക്കളും ഫോക്കസ് ചെയ്തിരുന്നത് ഡെയിലി യൂസിന് അനുയോജ്യമായ കംഫർട്ടും മൈലേജും അത്യാവശ്യം ലുക്സും പ്രാധാന്യം ചെയ്യുന്ന ബൈക്സുകളായിരുന്നു. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഹീറോ ഇമ്പൾസിൽ ഉൾക്കൊള്ളിച്ചത് വളരെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളായിരുന്നു. ഓഫ് റോഡ് കാപ്പബിലിറ്റി, ഹൈ സസ്പെൻഷൻ ട്രാവല്, ലൈറ്റ് വെയ്റ്റ് ട്രെയിൽ റൈഡിംഗ് കൺസെപ്റ്റ് എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇന്ത്യക്കാർക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി ബൈക്ക്. ഇന്ത്യയിൽ അന്ന് ഇറങ്ങിയിരുന്ന ബൈക്കുകളെല്ലാം ഒരു ആട്ടിൻകൂട്ടത്തോട് ഉപയോഗിച്ചാൽ ഇതിനിടയിലെ ആട്ടിൻതോല അണിങ്ങിയ ഒരു ചെന്നായയായിരുന്നു ഹീറോ ഇമ്പൾസ്. പക്ഷേ ഈ ഒരു ചെന്നായയെ മനസ്സിലാക്കാനും ഇതിൻ്റെ അക്രമം മനസ്സിലാക്കാനും ഇന്ത്യക്കാർക്ക് വളരെയധികം സമയം വേണ്ടി വന്നു എന്നാണ് സത്യം. ഹീറോ ഇമ്പൾസിന് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2011 തന്നെ ഹീറോ ഹോണ്ട എന്ന ബ്രാൻഡ് വിഭജിച്ചത് ഇമ്പൾസിൻ്റെ സെയിൽസിന് പ്രധാന വെല്ലുവിളിയായി. ഹോണ്ടയുടെ ടെക്നോളജി ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ ഹീറോയ്ക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതോടെ ഇമ്പൾസിന് ഡെവലപ്മെൻറ്റ് ഇല്ലാണ്ടായി, അപ്ഗ്രേഡഡ് വേർഷൻ ഇല്ലാണ്ടായി. ഇതുകൊണ്ടൊക്കെ തന്നെ 2015 കൂടി ഹീറോ ഈ ഒരു ബൈക്കിൻ്റെ പ്രൊഡക്ഷനും സ്റ്റോപ്പ് ചെയ്തു. ഈ ഒരു പോയിന്റിലായിരുന്നു ഇമ്പൾസ് എന്ന ഇന്ത്യയിലെ ഫസ്റ്റ് പ്രോപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള ഓഫ് റോഡ് ബൈക്കിൻ്റെ മരണം. കാലം തെറ്റിപ്പേത മഴ പോലെ നാടിന് നടുവേ ഓടാൻ നിൽക്കാതെ ലൈറ്റ് വെയ്റ്റ് ട്രെയിൽ റൈഡിങ് കൺസെപ്റ്റ് കൊണ്ട് നാടിന് ഒരു പടി മുന്നേ ഓടിയ ബൈക്ക്. പക്ഷേ ഇവനെ കുഴിച്ചു മൂടിയവർക്കറിയില്ലല്ലോ ഇവൻ വളർത്തിയ മണ്ണിലാണ് ഇനി നീയൊക്കെ അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത് എന്ന്. ഹീറോ ഇമ്പൾസിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നത് ഇതിൻ്റെ റൈഡ് ഫീൽ തന്നെയാണ്. വെറും 134 കിലോഗ്രാം ഭാരം മാത്രമേ ഈ ഒരു ബൈക്കിന് വരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ കാടുകളിലൂടെയും കുറച്ച് ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ബൈക്കിനെ അനായാസം കൊണ്ടു നടക്കാൻ കഴിയും. കമ്പനി ഏതായാലും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് കൃത്യമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലിപ്പറായ വഴികളിൽ പോലും ബൈക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കും. ഈ ഒരു ബൈക്കിൽ വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ നമുക്ക് കാണാൻ കഴിയും. ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. നമ്മളൊരു ഓഫ് റോഡൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ പെട്ടെന്നൊന്ന് വെട്ടിക്കേണ്ട വന്നാലോ അല്ലെങ്കിൽ ആ ഒരു വെട്ടിക്കുന്ന സമയത്ത് ബാലൻസ് പോകാതിരിക്കാനൊക്കെ ഇത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുമ്പിൽ ടെലിസ്കോപ്പിക് ഫോക്സും പിന്നിൽ നൈട്രോക്സ് മോണോഷോക്കാണ് വരുന്നത്. കുഴികളിലും കല്ലുകളിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഒരു സോഫയിലിരിക്കുന്ന ഫീലിംഗാണ് സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ലോങ് ട്രാവൽ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നട്ടലിന് ആ ഒരു സ്ട്രെസ്സും അധികം വരുന്നില്ല. നമുക്കിവിടെ അത്ര വലിയ ഓഫ് റോഡൊന്നും ഇല്ല, എന്നിരുന്നാലും ഉള്ളത് കൊണ്ടൊന്ന് ഓണമാക്കാം അല്ലേ.
കാര്യം പറഞ്ഞാൽ ചെറിയൊരു റോഡാണെങ്കിലും എന്തോ ഒരു പ്രത്യേക മനസ്സും തോന്നുന്നു. ബൈക്കിന് വീതി കുറഞ്ഞ സീറ്റ് ആണെങ്കിലും ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്ക് ബൈക്കിന് കാലുകൊണ്ട് നല്ല രീതിക്ക് ഹഗ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കംഫർട്ട് ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ പാകത്തിനുള്ള ഒരു ഫ്യൂൽ ടാങ്ക് ഡിസൈൻ കൂടിയാണ് ഇമ്പൾസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ബൈക്കിന്റെ പകുതി പൊട്ടൻഷ്യൽ പോലും പുറത്തെടുത്തിട്ടല്ല നമ്മൾ ഒരു ഓഫ് റോഡ് എടുക്കുന്നത്. കാരണം ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണ്, അപ്പുറത്തുനിന്നും ഒരുപക്ഷെ വണ്ടികൾ വന്നേക്കാം. മാത്രമല്ല വണ്ടി നമ്മുടെ അല്ല, വണ്ടി സേഫ് ആവണം, ക്യാമറ സേഫ് ആവണം എന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മയത്തോടെയാണ് നമ്മൾ വണ്ടി റൈഡ് ചെയ്യുന്നത്. 245 mm ആണ് ഈ ഒരു ബൈക്കിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പാറകളിലൊന്നും അടി തട്ടുമെന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ബൈക്കിൽ കിക്ക് ത്രോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ത്രോട്ടിൽ കുറച്ച് അഗ്രസീവായിട്ട് പെരുമാറുന്നുണ്ട്. ഒരു സ്റ്റോക്ക് ആയിട്ടുള്ള ഇമ്പൾസിലേക്ക് നോക്കുകയാണെങ്കിൽ 149.2 cc എയർ കൂൾഡ് 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു ബൈക്കിന് കരുത്തി നൽകുന്നത്. ഇത് 13.2 bhp 7500 RPM-ലും 13.4 Nm ടോർക്ക് 5000 RPM-ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു 150 cc എഞ്ചിനാണ് ഈ ഒരു ബൈക്കിലുള്ളത്. എന്നുകൊണ്ട് തന്നെ വലിയ ടോപ്പ് സ്പീഡൊന്നും നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഗിയറിങ് ഷോർട്ടാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡിനൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു ലോ ആൻഡ് ടോർക്ക് ഈ ഒരു ബൈക്ക് നമുക്ക് നൽകും. ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടല്ലോ, നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ഓഫ് റോഡ് പഠിക്കാൻ പറ്റിയിട്ട് നല്ലൊരു ബൈക്കില്ല എന്ന് തന്നെ പറയാം. സിറ്റി ട്രാഫിക്കിലും ഓഫ് റോഡിലും ഒരേപോലെ കംഫർട്ട് നൽകുന്ന ബൈക്കാണ്. സെക്കൻഡ് ഹാൻഡ് ഇമ്പൾസ് നല്ല കണ്ടീഷനിൽ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, കണ്ണും പൊട്ടി വാങ്ങിക്കോ. ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 835 mm ആണ്. സീറ്റ് അത്ര വൈഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ഹൈറ്റുള്ള ഏതൊരു വ്യക്തിയും നിഷ്പ്രയാസം ഈ ഒരു ബൈക്കിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. 11.1 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് ഈ ഒരു ബൈക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം സിറ്റി യൂസിലൊക്കെ 40-നും 45-നും ഇടയ്ക്ക് ഈ ഒരു ബൈക്കിന് നമുക്ക് മൈലേജും കിട്ടുന്നുണ്ട്. ഈ ഒരു ബൈക്കിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ബൈക്ക് പോർട്ടഡാണ്. അതുപോലെ തന്നെ കിക്ക് ത്രോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞതാണ് കാര്യം. പിന്നെ ഈ ഒരു ഹാൻഡിൽ ബാർ, വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നതാണ്. കൂടാതെ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻഡ്യൂറോ ഫുഡ് പെക്സും ഈ ഒരു ബൈക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു അഡ്വഞ്ചർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, ഒരു തവണയെങ്കിലും ട്രാക്കിലൊക്കെ ഒന്ന് ഓടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ റൈഡ് ചെയ്യുന്ന ഓരോ നിമിഷവും ഈ ഒരു ബൈക്ക് നിങ്ങൾക്ക് തരുന്ന വൈബ് അതൊന്ന് വ്യത്യസ്തമായിരിക്കും. നമുക്കിനി ഈ ഒരു ബൈക്കിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കിയാലോ. ഇത്രയും നേരം നമ്മൾ ഇമ്പൾസിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഈ വണ്ടിക്ക് ചില പോരായ്മകൾ കൂടെ ഉണ്ട്. നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഇമ്പൾസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ഈ ഒരു ബൈക്കിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഇനീഷ്യൽ ടോർക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരു സ്റ്റോക്ക് ഇമ്പൾസിലേക്ക് നോക്കുമ്പോൾ വണ്ടി ശരിക്കും അണ്ടർ പവേർഡാണ്. ഇതാണ് ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും വലിയ പരാതി. 150 cc എഞ്ചിൻ സിറ്റിയിലും ഓഫ് റോഡിലും കുഴപ്പമില്ല. പക്ഷേ ഹൈവേയിലേക്ക് കയറിയ വണ്ടിക്ക് പവർ പോരാന്ന് തോന്നും. ഒരു 80-90 കിലോമീറ്ററിന് മുകളിലേക്ക് പോകുമ്പോൾ എഞ്ചിൻ നല്ല രീതിക്ക് സ്ട്രെയിൻ ആവുകയും വൈബ്രേഷൻ വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ടൂറിങ്ങിന് ഇത് അത്ര അനുയോജ്യമല്ല. ബൈക്കിന് ബ്രേക്കിംഗ് കോൺഫിഡൻസ് കുറവാണെന്ന് പറയാം. അതായത് ബൈക്കിൻ്റെ ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. ഓഫ് റോഡിൽ ഇത് വലിയ കുഴപ്പമില്ലെങ്കിലും ഹൈവേ സ്പീഡിൽ പെട്ടെന്ന് നിർത്താൻ അല്പം പാടാണ്. ബൈക്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലാംപ്സ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റോക്ക് വരുന്ന ഹെഡ്ലൈറ്റിന് വിസിബിലിറ്റി കുറച്ച് കുറവാണ്. പിന്നെ ഒരു പ്രധാന പോരായ്മ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റിയാണ്. വണ്ടി നിർത്തലാക്കിയതുകൊണ്ട് തന്നെ ചില ബോഡി പാർട്സും ഗ്രാഫിക്സുകളും ഒറിജിനൽ കിട്ടാൻ ഇപ്പോൾ അല്പം പ്രയാസമാണ്. പഴയ മോഡൽ ബൈക്ക് ആയതുകൊണ്ട് തന്നെ സർവീസ് സെൻറ്ററിലൊക്കെ കൊടുക്കുമ്പോൾ പാർട്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം. ഇങ്ങനെ ഒരു 100 കുറ്റം പറഞ്ഞാലും കുറച്ച് ഭ്രാന്തകൊള്ളവന്മാരാണ് ഈ ഒരു ബൈക്ക് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻസ് വരുത്തി ഒരു അക്രമ മെഷീനിലേക്ക് ഇവനെ കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇതൊന്നുമല്ല ഈ ഒരു ബൈക്കിൻ്റെ പ്രധാന പ്രശ്നം. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കേൾപ്പിക്കാം. നമ്മുടെ കമ്പനിക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്, അത് സത്യമാണെന്ന് എനിക്കും തോന്നി. കേട്ടില്ലേ, ഇതാണ് ഈ ഒരു ബൈക്കിൻ്റെ പ്രധാന പ്രശ്നം. എക്സ്പൾസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇമ്പൾസ് ഇതെന്തോ പ്രത്യേക ഒരു ഫീലാണ്. ഇവനെക്കുറിച്ച് ഇനി വേറൊന്നും പറയാനില്ല. നിങ്ങൾ ഇമ്പൾസ് ഇതുവരെ ഓടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നു എന്നതിന് പുറകിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് വിശാൽ വിജയൻ സൈനിങ് ഓഫ് ഫോർ മോട്ടോർ ന്യൂസ് മലയാളം. താങ്ക് യു.
എന്റെ പോലെ എന്നടാത് ഞാൻ പുകഞ്ഞു പോയല്ലോ.